ശ്രീ സന്ദീപ് വാര്യർ, ഇന്ന് ലോക്സഭയിൽ രാഹുൽ ഗാന്ധി നടത്തിയ പരാമർശങ്ങൾ ശ്രദ്ധിച്ചിരിക്കും. വലിയ ദുരന്തങ്ങളുടെ പട്ടികയിൽ L3 കാറ്റഗറിയിൽ വയനാട്ടിലെ ഈ ദുരന്തത്തെ ഉൾപ്പെടുത്താത്തത്. ഉത്തരം പറ. വയനാട്ടിലെ ഈ വലിയ ദുരന്തം രാജ്യം മുഴുവൻ വയനാട്ടിലെ ജനങ്ങൾക്കൊപ്പമുണ്ട് എന്നുള്ളത് കഴിഞ്ഞ ദിവസങ്ങളിലെ എല്ലാ കാര്യങ്ങളും വളരെ വ്യക്തമായിട്ടുള്ളതാണ്. പിന്നല്ലാതെ പ്രധാനമന്ത്രി തന്നെ നേരിട്ട് ഇക്കാര്യത്തിൽ ഇടപെടുകയും രാജ്യത്തെ പ്രധാനപ്പെട്ട ഫോഴ്സുകളെ മുഴുവൻ വയനാട്ടിലേക്ക് അയക്കുകയും റെസ്ക്യൂ വർക്കിനൊക്കെ വേണ്ടി വലിയ പരിശ്രമം ഒന്നിച്ച് കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾ ഒത്തുചേർന്നുകൊണ്ട് അവിടെ നടത്തുകയും ചെയ്തിട്ടുള്ളതാണ്. ഞാൻ ശ്രീ രാഹുൽ ഗാന്ധിയുടെ പ്രതിപക്ഷ നേതാവിൻ്റെ ഇന്നത്തെ പ്രസംഗം കേട്ടിരുന്നു. അദ്ദേഹം താങ്കൾ സൂചിപ്പിച്ചതുപോലെ ലെവൽ 3 ദുരന്തമായിട്ട് പ്രഖ്യാപിക്കണം എന്നല്ല അദ്ദേഹം ആവശ്യപ്പെട്ടത്. മറിച്ച് അദ്ദേഹം ആവശ്യപ്പെട്ടത് ഇതൊരു നാഷണൽ ഡിസാസ്റ്റർ ആയിട്ട് പ്രഖ്യാപിക്കണം എന്നുള്ളതാണ്. അദ്ദേഹം പ്രതിപക്ഷ നേതാവാണ്. നേരത്തെ ഉണ്ടായിരുന്ന രാഹുൽ ഗാന്ധിയല്ല. അദ്ദേഹത്തിന് രാജ്യത്തിൻ്റെ പ്രതിപക്ഷ നേതാവെന്ന ഔദ്യോഗികമായിട്ടുള്ള സ്ഥാനമുണ്ട്. സ്വാഭാവികമായിട്ടും അദ്ദേഹം ഒരു വിഷയം പാർലമെൻറ്റിൽ അവതരിപ്പിക്കുമ്പോൾ കുറച്ചുകൂടി അവധാനതയോടുകൂടി പഠിച്ച ശേഷം വിഷയം അവതരിപ്പിക്കണമായിരുന്നു. ഏതെങ്കിലും സാധാരണ MP-മാർ അവതരിപ്പിക്കുന്നത് പോലെ ഒരു വിഷയം അവതരിപ്പിക്കേണ്ട ആളല്ല ഇന്ത്യയുടെ പ്രതിപക്ഷ നേതാവ് എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. ഇങ്ങനെയൊക്കെ സംസാരിക്കുന്നത് തന്നെയാണ് ഏറ്റവും വലിയ കോമഡി. ഇപ്പം നാഷണൽ ഡിസാസ്റ്റർ എന്നൊരു പദവിയോ അല്ലെങ്കിൽ പ്രത്യേകിച്ച് അത്തരം ഒരു പേര് ഇട്ട് വിളിക്കുന്നതോ ഒന്നും നിയമപരമായി സാങ്കത്യമില്ലാത്തതാണ്. അതിന് പകരമായിട്ട് അദ്ദേഹം ആവശ്യപ്പെടേണ്ടിയിരുന്നത് വയനാട്ടിലെ ജനങ്ങളുടെ ഈ സങ്കീർണമായിട്ടുള്ള അവസ്ഥയിൽ നിന്നുള്ള പരിഹാരത്തിന് വേണ്ടി വളരെ ക്രിയാത്മകമായിട്ടുള്ള നിർദ്ദേശങ്ങൾ അദ്ദേഹത്തിന് മുന്നോട്ട് വയ്ക്കാമായിരുന്നു എന്നാണ് എനിക്ക് തോന്നുന്നത്. പക്ഷേ അദ്ദേഹം ദൗർഭാഗ്യവശാൽ ഒരു പൊളിറ്റിക്കൽ പോയിന്റ് സ്കോർ ചെയ്യാൻ വേണ്ടിയിട്ട് നാഷണൽ ഡിസാസ്റ്റർ പദവി വേണം. ഇത് നിന്റെ ഐഡിയ കൊള്ളാം. നെയ്യപ്പം തിന്നാ 2 ഗുണം. അപ്പം തിന്നാം, കയ്യിലാവുന്ന എണ്ണ തലയിലും തടവാം. ലെവൽ 3 എന്നുള്ളത് മാത്രമല്ല, എന്തൊക്കെ സാധ്യമായിട്ടുള്ള സഹായങ്ങൾ വയനാട്ടിലെ ഈ ദുരന്തബാധിതർക്ക് ചെയ്തു കൊടുക്കാൻ സാധിക്കുമോ അത് മുഴുവൻ ചെയ്തു കൊടുക്കും. ആ കാര്യത്തിൽ ഒരു സംശയവുമില്ല. പക്ഷേ ഇതൊരു രാഷ്ട്രീയ ആരോപണത്തിന് വേണ്ടിയിട്ടുള്ള വേദിയാക്കി ഇത് മാറ്റരുത്. അതല്ലെങ്കിൽ ചെയ്യാൻ കഴിയാത്തൊരു കാര്യത്തെ രാജ്യത്ത് നിയമപരമായി സാധ്യതയില്ലാത്തൊരു കാര്യത്തിന് വേണ്ടി പ്രതിപക്ഷ നേതാവ് സഭയ്ക്കകത്ത് പറയുക എന്ന് പറഞ്ഞത് ഓൺ റെക്കോർഡായി കഴിഞ്ഞല്ലേ. പ്രതിപക്ഷ നേതാവ് ഇത്തരമൊരു കാര്യം പറഞ്ഞത് റെക്കോർഡായി കഴിഞ്ഞു. അദ്ദേഹത്തിൻ്റെ പാർട്ടി തന്നെ ഭരിക്കുമ്പോൾ പാർലമെൻറ്റിനകത്ത് കൊടുത്തിട്ടുള്ള മറ്റൊരു രേഖാമൂലമുള്ള മറുപടിയിൽ ഇത്തരമൊരു സാധ്യതയില്ല എന്ന് UPA സർക്കാരിന്റെ കാലത്ത് തന്നെ പറഞ്ഞിട്ടുള്ളതാണ്. എനിക്ക് ഭയങ്കര കൺഫ്യൂഷനും ഓർമ്മക്കുറവും. രാജ്യത്ത് അടുത്ത് നടന്നിട്ടുള്ള എല്ലാ ദുരന്തങ്ങളും നിങ്ങൾ പരിശോധിച്ചോളൂ. രാജ്യത്തെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ദുരന്തവും നാഷണൽ ഡിസാസ്റ്റർ ആയിരുന്നില്ല. ഇപ്പോൾ ഉത്തരാഖണ്ഡിലെ ദുരന്തമാണെങ്കിലും അതല്ലെങ്കിൽ ഒഡീഷയിലെ ചുഴലിക്കാറ്റുകൾ, അതുപോലെ നമ്മുടെ രാജ്യത്ത് നടന്നിട്ടുള്ള ഒരു 10-20 വർഷക്കാലത്തെ ദുരന്തങ്ങളൊക്കെ എടുത്ത് പരിശോധിച്ചോളൂ. ഒന്നിനെയും നാഷണൽ ഡിസാസ്റ്റർ ആയിട്ട് പ്രഖ്യാപിച്ചിട്ടില്ല. സത്യമാണെങ്കിലും എനിക്ക് അംഗീകരിച്ചു കൊടുക്കാൻ പറ്റുമോ? അപ്പോൾ പ്രതിപക്ഷ നേതാവ് കുറച്ചുകൂടി ഔന്നത്യം കാണിക്കണമായിരുന്നു എന്നുള്ളതാണ് എൻ്റെ വിനീതമായിട്ടുള്ള അഭിപ്രായം. ദേശീയ തലത്തിലേക്ക് ശ്രദ്ധയാകർഷിക്കത്തക്ക രീതിയിൽ ഇന്ത്യയുടെ പ്രതിപക്ഷ നേതാവ് സംസാരിക്കുമ്പോൾ രാഷ്ട്രീയ മുതലെടുപ്പാണ് എന്ന് പറയുന്നു. ഇവിടെ ആദ്യം ഈ വിഷയവുമായി ബന്ധപ്പെട്ട് ഞാൻ ഇതിനകത്ത് ഒട്ടും രാഷ്ട്രീയം പറയണമെന്ന് വിചാരിച്ച് വന്ന ആളെ അല്ല ഇന്നത്തെ ചർച്ചയിൽ. പക്ഷേ തുടക്കത്തിൽ തന്നെ രാഹുൽ ഗാന്ധിയുടെ മേക്കിട്ടങ്ങ് കയറിക്കളയാം എന്ന് ശ്രീ സന്ദീപ് വാര്യർ വിചാരിച്ചാൽ പിന്നെ അതിന് മറുപടി പറയണ്ടേ? പറയും. അതാ ശീലം. താനായിട്ട് വിചാരിച്ചാൽ മാറ്റാനാവില്ല. രാജ്യത്തിൻ്റെ ആഭ്യന്തരമന്ത്രി പാർലമെന്റിൽ പറഞ്ഞത് മുൻകൂട്ടി തന്നെ കേരളത്തെ അറിയിച്ചിരുന്നു, ഇവിടെ ലാൻഡ് സ്ലൈഡ് ഉണ്ടാകുമെന്ന് പറഞ്ഞിരുന്നു. എന്നാൽ എന്താ വസ്തുത? ഒരു ഓറഞ്ച് അലേർട്ട് മാത്രമാണ് ഉണ്ടായിരുന്നത് എന്ന് നമുക്ക് വസ്തുത അറിയാം. അത് നിനക്ക് നേരത്തെ അറിയാമായിരുന്നു. ഏകദേശം അറിയായിരുന്നു. പരമാധികാരങ്ങളുള്ള പാർലമെന്റിൽ ഇത് സംബന്ധിച്ചൊരു ചർച്ച നടക്കുമ്പോൾ അതിനകത്ത് സാങ്കേതികതകളുടെ പുറത്തേക്ക് മാറി അതിൻ്റെ സർഗാത്മകമായിട്ടുള്ള വശങ്ങളെയാണ് നാം കണ്ട് ആ മുറിവ് എങ്ങനെ ഉണക്കണമെന്നതിനെക്കുറിച്ചാണ് നാഷണൽ പാർലമെന്റിൽ ചർച്ച ചെയ്യേണ്ടതായിട്ടുള്ളത്. വയനാടിൻ്റെ ദുരന്തം ദേശീയ ദുരന്തമായിട്ട് ഡിസാസ്റ്റർ മാനേജ്മെന്റ് ആക്ട് പ്രകാരം പ്രഖ്യാപിക്കുവാൻ ഒരു ചട്ടപ്രകാരം ഒരു വ്യവസ്ഥ ഇല്ലെങ്കിൽ കൂടി ഇത് വടി കൊടുത്ത് അടി വാങ്ങുന്ന പരിപാടിയാണല്ലോ ബാബു. ഇതിൽ വളരെ ഗുരുതരമായിട്ടുള്ള ദുരന്തം അതാ L3 എന്ന് പറയുന്ന കാറ്റഗറിയിൽ അതിനെ കണ്ടുകൊണ്ട് ഈ പദപ്രയോഗങ്ങളുടെ സാങ്കേതികത്വത്തിന് അതീതമായിട്ട് എങ്ങനെയാണ് ഇവിടെ മനുഷ്യന് സാന്ത്വനമേകാൻ കഴിയുന്നത് എന്ന ചിന്തയിൽ ഊന്നിക്കൊണ്ടാണ് ദേശീയ പാർലമെന്റിൽ ഒരു ചർച്ച പുരോഗമിക്കേണ്ടത്. ജോമന്റെ മാനുവൽ മനസാക്ഷിയാണ്. തമ്മിലടിക്കുവാനോ കുറ്റപ്പെടുത്തുവാനോ ഒന്നും മുതിരേണ്ട ഒരു സമയമല്ല എന്ന്. അതെങ്ങനെ ശരിയാവുന്നത്? വിനു, ഞാൻ ഇവിടെ ശ്രീ ജ്യോതികുമാർ ചാമക്കാലയും അഭിലാഷും അങ്ങും പറഞ്ഞ കാര്യങ്ങളൊക്കെ ഒന്ന് മറുപടി പറയാൻ ആഗ്രഹിക്കുകയാണ്. ഒന്നാമത് ഈ
ഇവരുടെ ഒരു പൊതു സ്വഭാവം അല്ലെങ്കിൽ ഇത്തരം സാഹചര്യങ്ങളിൽ ഒരു പൊതു സ്വഭാവം BJPയെയും കേന്ദ്ര സർക്കാരിനെയും ഒരു വില്ലൻ വേഷത്തിലേക്ക് മാറ്റി ഇവരെ നായകന്മാരായി അങ്ങ് സ്വയം പ്രതിഷ്ഠിക്കുക എന്നുള്ള വളരെ ദൗർഭാഗ്യകരമാണ്. അതൊന്നും എനിക്കറിയാൻ മേല. ഇങ്ങനെ എന്തെങ്കിലുമൊക്കെ പറയുമ്പോഴേ എന്റെ മനസ്സിനൊരു സന്തോഷം ഉണ്ടാവുള്ളൂ. ഞാൻ എന്റെ സന്തോഷം നോക്കിയാൽ പോരെ. പോയി താമസിച്ചിട്ടുള്ള വീടുണ്ട്, ഞാൻ പോയി ഭക്ഷണം കഴിച്ച വീടുകളുണ്ട്, അതൊന്നും ഇന്നില്ല. എന്നോട് സംസാരിക്കുക ഒരുപാട് മനുഷ്യർ, അവരൊന്നും ഇന്ന് ഇല്ല. അതുകൊണ്ട് തന്നെ ആ വൈകാരികത മുഴുവൻ ഉൾക്കൊണ്ടുകൊണ്ട് ആ ഭൂമിയിൽ 30-ാം തീയതി മുതൽ ഇന്നലെ രാവിലെ വരെ നിന്നിട്ടൊരാളാണ് ഞാൻ. നേതൃത്വത്തിൽ BJPയുടെ പ്രവർത്തകർ, സേവാഭാരതിയുടെ പ്രവർത്തകർ, മറ്റ് സംഘടനകളുടെ പ്രവർത്തകരെ ഞങ്ങൾ കാണാതിരിക്കുന്നില്ല. അവരുടെ എല്ലാ വേദനകളും പങ്കിടുന്നവരാണ്. അപ്പം ഞങ്ങളെ മാറ്റി നിർത്തിക്കൊണ്ട് ഞങ്ങളെ ഒരു വില്ലൻ വൽക്കരിച്ചുകൊണ്ടുള്ള ഒരു പരിപാടി കുറേ ദിവസമായി ഇവർ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. ഇത് മറുപടി പറയുമ്പോൾ ഞങ്ങൾ തെറ്റുകാരായി മാറുകയാണ്. ഇവിടെ ജ്യോതികുമാർ ചാമക്കാല പറയുന്ന ചില കാര്യങ്ങൾ എന്താ, ഇത് എങ്ങനെയാണോ കോടതി, അതുപോലെ തന്നെ പ്രധാനപ്പെട്ട ഒരു സ്ഥലമാണ് ഇന്ത്യയുടെ പാർലമെന്റ്, ഒരു ഭരണഘടനാ സ്ഥാപനമാണ്. അതിനകത്ത് പ്രതിപക്ഷ നേതാവിൻ്റെ ഉന്നയിക്കുന്ന ആവശ്യം അവിടെ രേഖപ്പെടുത്തപ്പെടും. അതുകൊണ്ട് തന്നെ നാഷണൽ ഡിസാസ്റ്റർ എന്നൊരു പദപ്രയോഗം നിയമപരമായി പ്രാബല്യമില്ലാത്തതാണ് എന്ന് അറിഞ്ഞുകൊണ്ടും അദ്ദേഹത്തിൻ്റെ പാർട്ടി ഭരിക്കുന്ന കാലത്ത് അത്തരത്തിലുള്ള മുല്ലപ്പള്ളി രാമചന്ദ്രൻ തന്നെ അന്ന് സഹമന്ത്രി തന്നെ അക്കാര്യം പാർലമെന്റിൽ വ്യക്തമാക്കിയിട്ടും എന്തേ ആ കാലത്ത് അദ്ദേഹത്തിൻ്റെ ഗവൺമെൻറ് വൈകാരികമായിട്ട് അതിനെ എടുത്തില്ല? അപ്പം നാഷണൽ ഡിസാസ്റ്റർ എന്ന് പാർലമെന്റിൽ ഉന്നയിച്ചു കഴിഞ്ഞാൽ അങ്ങനെ ചെയ്യാൻ സാധിക്കില്ല എന്ന മറുപടി എവിടെ നിന്ന് കിട്ടുമെന്ന് അദ്ദേഹത്തിനും അറിയാം, ചർച്ചയിൽ പങ്കെടുത്തുകൊണ്ടിരിക്കുന്ന അഭിലാഷിനും അറിയാം, വിനുവിനും അറിയാം, ശ്രീ ജ്യോതികുമാറിനും അറിയാം. ഞാനും അംഗീകരിക്കണം, L3 ആയിട്ട് വേണോ, L3 ആയിട്ട് അംഗീകരിക്കണം, ഒരു തർക്കം ആ കാര്യത്തിലില്ല. എന്തൊക്കെ തരത്തിൽ കൂടുതൽ ആനുകൂല്യങ്ങൾ കിട്ടാൻ സാധ്യതയുണ്ടോ അത് മുഴുവൻ കിട്ടണം. പൂർത്തിയാക്കട്ടെ. എനിക്ക് വേറെ ചില കാര്യങ്ങളോട് പറയാനുണ്ട്. വിനു ഞാൻ പൂർത്തിയാക്കട്ടെ. വിനോ അല്ല വിനോ വിനോ ഒന്ന് പൂർത്തിയാക്കട്ടെ, എന്റെ വാദമൊന്ന് പൂർത്തിയാക്കട്ടെ. ഇവിടെ നോക്കൂ, ഇവിടെ ഞങ്ങൾക്ക് നേരെ പറഞ്ഞത് കൊണ്ടാണ് ഞാൻ അങ്ങനെ പറയാൻ ആഗ്രഹിച്ച ഒരാളല്ല. ഇവിടെ തുടക്കം മുതൽ പറഞ്ഞ കാര്യം എന്താ, ഈ ഒന്ന് ജ്യോതികുമാർ ചാമക്കാല പറഞ്ഞ മന്ത്രിമാരും വന്നില്ല അപ്പം ഞങ്ങൾ അവിടെ ശ്രീ ജോർജ് കുര്യൻ നിന്നിട്ട് ഒരു തരത്തിലുള്ള ഫോട്ടോ ഓപ്പർച്യൂണിറ്റിക്കും വേണ്ടി നിൽക്കാതെ ദിവസങ്ങളോളം അവിടെ നിന്ന് ആ കാര്യങ്ങൾ മുഴുവൻ സംയോജിപ്പിച്ചതാണ്. ബെയിലി പാലം ഉണ്ടാക്കി മുണ്ടക്കൈയിലേക്ക് രക്ഷാവാഹനങ്ങൾ പോകുന്നു എന്ന് ഉറപ്പുവരുത്തിയതിന് ശേഷമാണ് ജോർജ് കുര്യനെ തിരിച്ച് ഡൽഹിയിലേക്ക് വിളിപ്പിക്കുന്നത്. അതും ശരിയാ. പ്രധാനമന്ത്രി ഈ ദുരന്തം അറിഞ്ഞ ഉടൻ തന്നെ കേരളത്തിലെ മുഖ്യമന്ത്രിയുമായിട്ട് സംസാരിച്ചു. വേണ്ട കാര്യങ്ങൾ സംയോജിപ്പിച്ചുകൊണ്ട് കേരള സർക്കാരുമായി സംയോജിപ്പിച്ചുകൊണ്ട് ചെയ്തു. NDRFന്റെ 9 കുളം നേരത്തെ തന്നെ 23 തന്നെ കേരളത്തിലേക്ക് അയച്ചിരുന്നു. അതിന് പുറമെ ആർമി, എയർഫോഴ്സ്, നേവി, കേന്ദ്രത്തിൻ്റെ മുഴുവൻ സേനാ സംവിധാനങ്ങൾ മുഴുവൻ അവിടെ എത്തിയില്ലേ? കേന്ദ്ര സേനകൾ വന്നതിന് ശേഷം നോക്കും, യുദ്ധഭൂമിയിൽ അതിവിദഗ്ധമായി എയർഫോഴ്സ് എങ്ങനെയാണോ ലാൻഡ് ചെയ്യുന്നത് നമ്മൾ കണ്ടതല്ലേ, നമ്മൾ ആ കാഴ്ചകൾ കണ്ടതല്ലേ. ഒരു ദുരന്ത ഭൂമിയിലാണെങ്കിൽ പോലും ഇന്ത്യയുടെ എയർഫോഴ്സിൻ്റെ ഹെലികോപ്റ്റർ ആ ദുരന്ത ഭൂമിയിൽ എല്ലാ റിസ്ക്കും എടുത്തുകൊണ്ട് അവിടുത്തെ പൈലറ്റ്സ്, വിദഗ്ധരായ പൈലറ്റ്സ് ലാൻഡ് ചെയ്യുമ്പോൾ നമ്മളൊക്കെ നമ്മുടെ രാജ്യത്തിൻ്റെ കരുത്തിൽ നമ്മളൊക്കെ അവിടെ അഭിമാനിച്ച നിമിഷങ്ങളല്ലേ കടന്നു പോയിട്ടുള്ളത്. പിന്നെ നിങ്ങൾ എന്താ ഇങ്ങനെയൊക്കെ പറയുന്നത്? അത് കറക്റ്റാണ്. ഇതവൻ കൊണ്ടുപോയിട്ടാ അതിനൊന്നുള്ള സമയമല്ല എന്നുള്ളതുകൊണ്ട് ഞാൻ അവിടെ വിടുകയാണ്. എനിക്ക് ഇതിനെല്ലാം മറുപടിയുണ്ട്, ഇതിനെല്ലാം കാര്യകാരണ സഹിതം ചോദിക്കാനും അതിന് ഉത്തരവും എൻ്റെ കൈവശമുണ്ട്. ഏതായാലും അവിടെ നിൽക്കട്ടെ. എടുത്തിട്ടുണ്ട്. എല്ലാവരും മുഖ്യമന്ത്രി ദുരിതാശ്വാസ നിധിയിലേക്ക് ഫണ്ട് നൽകണം, ഈ പുനരധിവാസ പ്രവർത്തനങ്ങളുമായി സജീവമായി നിൽക്കണം എന്ന കാര്യത്തിൽ തർക്കവുമില്ല. എന്തുകൊണ്ടാണ് ഇത് ചർച്ച ചെയ്യപ്പെടുന്നത്? എന്തുകൊണ്ടാണ് ഇതിനെ സംബന്ധിച്ചൊരു സംശയം വരുന്നത്? എന്തുകൊണ്ടാണ് ഇതൊരു വിവാദമായി മാറുന്നത്? അത് പൂർവ്വകാല ചെയ്തികൾ തന്നെയാണ് വിവാദം ഉയരുന്നത്. അഥവാ അതിനെതിരായി പ്രതികരിക്കുന്നവരെ സംബന്ധിച്ച് കേസെടുത്തുകൊണ്ട് ഒതുക്കാൻ ശ്രമിക്കുന്നതും ഒക്കെ ഒന്നും ശരിയായ രീതിയല്ല, ജനാധിപത്യത്തിൽ ശരിയായ രീതിയല്ല. കാരണം അവർക്ക് പ്രതികരിക്കാനുള്ള അവകാശമുണ്ട്. എന്തുകൊണ്ടാണ് അവർ പ്രതികരിക്കുന്നതിന് കാരണമുണ്ടെന്നേ. പലപ്പോഴും ഇതിനെ ദുരുപയോഗം ചെയ്തതായി നമ്മുടെ മുമ്പിൽ കാര്യകാരണ സഹിതം തെളിവുകൾ സഹിതം വന്നിട്ടുണ്ട്. ഞാനും വിനു ഉൾപ്പെടെ തന്നെ ഇരുന്നുകൊണ്ട് ചർച്ച ചെയ്തിട്ടുണ്ട്. അതൊന്നും ഇപ്പോൾ ചർച്ച ചെയ്യുന്നത് അഭികാമ്യവുമല്ല. പക്ഷേ അങ്ങനെയുള്ള സംഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട്. ഒരു മന്ത്രിയുടെ ഒരു MLA മരണപ്പെട്ടതിന് ശേഷം അദ്ദേഹത്തിൻ്റെ കുടുംബത്തെ വഴിവിട്ട് സഹായിച്ചതുമായി ബന്ധപ്പെട്ട്, അതുപോലെ തന്നെ ഒരു രാഷ്ട്രീയ നേതാവിൻ്റെ കുടുംബത്തിന് വഴിവിട്ട് സഹായം നൽകിയതുമായി ബന്ധപ്പെട്ട്, ഒരു മുൻ ആഭ്യന്തരമന്ത്രിയുടെ CPO അദ്ദേഹത്തിൻ്റെ പൈലറ്റ് വാഹനത്തിൽ പോയ ഒരു പോലീസുകാരന് പരിധി വിട്ട് സഹായം നൽകിയതുമായി ബന്ധപ്പെട്ടൊക്കെ കേസുകളുണ്ട്. അങ്ങനെയൊന്നും ഞാൻ കാണിച്ചു. അപ്പോൾ അത്തരത്തിൽ വിവാദമുണ്ടാക്കിയത് മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധി, പിണറായി വിജയൻ്റെ ദുരിതാശ്വാസ നിധിയില്ല, മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയെ സംബന്ധിച്ച് അത് ട്രാൻസ്പെറൻ്റായി നടക്കണം എന്നുള്ളത് യാഥാർത്ഥ്യം കൂടിയാണ്. മാത്രമല്ല പല നേതാക്കന്മാരും തട്ടിക്കൊണ്ടുപോയതുമായി ബന്ധപ്പെട്ട വാർത്തകൾ വന്നിട്ടുള്ളതിൻ്റെ പേരിലാണ് നമ്മൾ ഇതിനെക്കുറിച്ച് ഇത്തരത്തിലുള്ള ആശങ്കകൾ പങ്കുവെക്കുന്നത്. ആ ആശങ്കയ്ക്ക് അടിസ്ഥാനമില്ല എന്ന് ബോധ്യപ്പെടുത്തേണ്ട ഉത്തരവാദിത്തം ഭരണരംഗത്തുള്ള ഇപ്പോഴത്തെ മുഖ്യമന്ത്രിയായ ശ്രീ പിണറായി വിജയൻ ഉണ്ട് എന്ന കാര്യം കൂടി ഇത്തരത്തിൽ ഓർമ്മിപ്പിക്കാതെ പോകുന്നത് ശരിയാകുമെന്ന് ഞാൻ കരുതുന്നില്ല. അതിൻ്റെ പേരിൽ എൻ്റെ പേരിൽ കേസെടുത്താലും
കുഴപ്പമൊന്നുമില്ല. കാരണം ഞാൻ പറയുന്നത് വസ്തുതകളുടെ അടിസ്ഥാനത്തിലാണ്. വേണ്ടത് അഭിപ്രായ സ്വാതന്ത്ര്യത്തിന് കൂച്ചുവിലം കിടന്നത് ഒരിക്കലും ഒരു ജനാധിപത്യ സമൂഹത്തിന് നല്ലതല്ല എന്ന് മാത്രമല്ല, ഡിസന്റ് വേണ്ടേ? ഈ ഡിസന്റല്ലേ ഈ ജനാധിപത്യത്തിൽ? മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയെക്കുറിച്ച് ചോദ്യങ്ങൾ ഉണ്ടായിരുന്നില്ല എങ്കിൽ ദുരിതാശ്വാസ നിധി കൂടുതൽ സുതാര്യമായിട്ട് ഇന്ന് വരും എന്ന് മുഖ്യമന്ത്രിക്കോ അല്ലെങ്കിൽ സർക്കാരുമായി ബന്ധപ്പെട്ടവർക്കോ ഒരു ഉറപ്പ് തരേണ്ട ഒരു സാഹചര്യം ഉണ്ടാകുമായിരുന്നുവോ? അപ്പോൾ വിമർശനം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വ്യക്തികളെയും സംഘടനകളെയും ഇങ്ങനെയുള്ള വ്യവസ്ഥിതിയെയും ഒക്കെ പുരോഗമനത്തിലേക്ക് നയിക്കുവാൻ അത് ആവശ്യമാണ്. അങ്ങനെ പറഞ്ഞു കൊടുക്കും സാറേ. പിണറായി വിജയനെയും മുഹമ്മദ് റിയാസിനെയും വിശ്വാസം ഉണ്ടെങ്കിലല്ലേ മുഖ്യമന്ത്രി ദുരിതാശ്വാസ നിധിക്ക് ജനങ്ങൾ സംഭാവന ചെയ്യുന്നത്. അങ്ങനെ വിശ്വാസമുള്ളവർ കൊടുക്കട്ടെ. അവരെ കുടിച്ച വെള്ളത്തിൽ വിശ്വസിക്കാത്ത ആളുകളുണ്ടെങ്കിൽ കൊടുക്കണ്ട.